ഹായ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതാ പണിക്ക് പോകുന്ന വീട്ടിലെ വിശേഷങ്ങളാണ്. രാവിലെ ഇന്ന് ചപ്പാത്തിയും കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ ചോറിനൊക്കെ വെള്ളം വെച്ച് തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇന്ന് ചെമ്മിയാണ് കറി വെക്കാൻ കിട്ടിയത് കേട്ടോ. ചെമ്മിയുണ്ട്, കുറച്ച് മാന്തയുണ്ട്. അപ്പോൾ മാന്ത പൊരിക്കാനും എടുക്കുക, ചെമ്മി കറിയും വെക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ അതാ നല്ലോണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് നല്ല തണുപ്പാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടേ. അപ്പോൾ ചക്കക്കുരു ഇട്ടിട്ടാട്ടോ ഒന്ന് ചെമ്മി കറി വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പച്ചക്കായ ഇട്ടിട്ടും പടവലം, മുരിങ്ങക്കായ, ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട് നമുക്ക് ചെമ്മി കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ചക്കക്കുരു ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്ന് ചക്കക്കുരും ചെമ്മീനുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെമ്മിയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേണം കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ മാന്തയൊന്ന് മുറിച്ച് വെച്ചിന് കേട്ടോ. മാന്ത ഇനി പൊരിക്കാൻ വേണ്ടിയിട്ടൊന്ന് മുളകൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ അത് വെണ്ടയ്ക്കാണ് ഉപ്പേരിക്ക് വാങ്ങണത് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഉണ്ട്, മാങ്ങ ഉണ്ട്, എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ചെമ്മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കുറേ ദിവസമായിട്ട് ചെമ്മി കിട്ടുമ്പോൾ ഇങ്ങനെ വിചാരിക്കലുണ്ട് ചക്കക്കുരു ഇടണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് അത് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ആ ഒരു തീരുമാനത്തിലെത്തിയതാണ് കേട്ടോ, ഞാനും അവിടുത്തെ ചേച്ചിയും. അപ്പോൾ പാത്രമൊക്കെ എടുത്തിട്ടതാ ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാണ്ട് കേട്ടോ. അതൊക്കെ വന്നേരം ചതച്ച് സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ അതൊന്ന് കുറേശ്ശെ അങ്ങനെ എടുത്താൽ മതിയല്ലോ കറി വെക്കണ ടൈമിന് നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചതുണ്ട്. അപ്പോൾ ഇതിങ്ങോട്ട് മൂത്ത് കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കണ താമസമേ ഉള്ളൂ കേട്ടോ. എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് പിന്നെ കറി വെക്കാനായിട്ട് നിൽക്കണതൊക്കെ. അപ്പോൾ ഇങ്ങനെ ചക്കക്കുരു ഇട്ടിട്ട് ചെമ്മിക്കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാ കറീൻ്റെ പോലെയല്ല, ചെമ്മി ഏതൊരു പച്ചക്കായ കാര്യങ്ങളോ ഇട്ട് വെച്ചാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. സാധാ മീൻ കറീനെയും കാട്ടി അതിനെയും കാട്ടി ഒരു ടേസ്റ്റാണ് ഇതിന്. സാധാ കറി ഇങ്ങനെ ഫ്രൈ ഉണ്ടാക്കിയാലും ചെമ്മിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ ആ തക്കാളിയും ഉള്ളി പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിന്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ലോണം ഒന്ന് വഴന്ന് കിട്ടും. അപ്പം നല്ല ഉള്ളിക്കൊക്കെ എന്താ പറയുക, നല്ലൊരു കുഴച്ചിൽ പോലെ കിട്ടും കേട്ടോ. അങ്ങനെയാണ് അധികം ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒറ്റ കയ്യിൽ ഫോൺ പിടിച്ചിട്ടുള്ള ഒരു വീഡിയോ എടുക്കലാണ് കേട്ടോ അതൊക്കെ. അതുകൊണ്ട് തന്നെ പാത്രം ഇങ്ങനെ നീങ്ങി പോകുമ്പം ഒന്ന് നീക്കി വെച്ച് കൊടുക്കാൻ പറ്റണില്ല കേട്ടോ. സ്റ്റാൻഡ് കേട് വന്ന കാരണമാണ്. ഇങ്ങനെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങണം. അതുവരെ ഇങ്ങനെ കണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മുഴുവൻ ഭാഗങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റലുമില്ല. അപ്പോൾ ചെറിയ ഭാഗങ്ങളായിട്ടൊക്കെയാണ് നമ്മളെ വ്ളോഗ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെ ഇടയിലേക്കും. അപ്പം ഇതൊക്കെ സ്വീകരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോസൊക്കെ എല്ലാവരും എടുത്തിട്ട് എല്ലാവരുടെ മുന്നിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കുറേ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തീർത്താൽ തീരാത്ത കടപ്പാട് അറിയിക്കുകയാണ്. അപ്പോൾ തുടർന്നും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുകയാണ്, പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാന്ത പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലക്കൂട്ടൊക്കെ അവിടെ എടുത്ത് വെച്ചിന്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു നല്ല ഒരു പച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോളല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് വെളിച്ചെണ്ണയിൽ തന്നെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഓരോരുത്തർക്ക് അറിയാമല്ലോ അല്ലേ, ഓരോരുത്തരെ വീട്ടിലെ എരിവ് എങ്ങനെയാണ്, പുളി എങ്ങനെയാണ് എന്നുള്ള, ഉപ്പ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഓരോരുത്തർക്കും വേണ്ട രീതിക്കുള്ള മസാലകൾ ചേർത്ത് കൊടുത്താൽ മതി. അതിൽ നമുക്ക് കണക്കും കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത്രയ്ക്കാണ് ഇട്ട് കൊടുത്തതും. അപ്പോൾ ഇത് നല്ലോണം റെഡി ആയതിന് ശേഷം ഇതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം കേട്ടോ. ചക്കക്കുരിന് അത്യാവശ്യം വേവുണ്ട്. ചക്കക്കുരു ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കണം. ചെമ്മീൻ ചക്കക്കുരൊക്കെ അത്യാവശ്യം വേവുള്ളതാണ് കേട്ടോ. അപ്പം അത് വേഗം വെള്ളം വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. കുറച്ച് തിളച്ച വെള്ളം ഞാൻ മാറ്റി വെച്ചതുണ്ട് കേട്ടോ, അത് ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ മാങ്ങ ഉണ്ട്. മാങ്ങ ഇതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കണം. അധിക നേരം വെന്താലും മാങ്ങ ഉടഞ്ഞ് ഇതായി പോകും കേട്ടോ, കലങ്ങിപ്പോകും. അപ്പം നമുക്ക് മാങ്ങ അങ്ങനെ തിന്നാൻ കിട്ടൂല. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇട്ട് കൊടുക്കൽ. അപ്പോൾ ഇത് നല്ലോണം തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന്
വെന്ത് റെഡിയാവണം. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ തീ നല്ല ഉഷാറായിട്ട് കത്തിച്ച് കൊടുത്തണം കേട്ടോ. ചക്കക്കുരൊക്കെ വെന്ത് വരുന്നുണ്ട്. പിന്നെയും മൂടി വെച്ചിട്ട് വേവിക്കാം. നമ്മളെ ചോറിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ചോറൊക്കെ തിളച്ച് ഉഷാറായി വന്നിട്ട് അതിൻ്റെ ഇടയിൽ വെണ്ടയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ചതുണ്ട്. അപ്പോൾ ഉള്ളിയും വെണ്ടയ്ക്കും പച്ചമുളകും കേട്ടോ. ഇതാണ് നമുക്കിന്ന് ഉപ്പേരിക്കുള്ളത്. എന്നും വേറെ വേറെ ഇതാണ് ഉണ്ടാക്കല്, പക്ഷെ എന്നും നമുക്ക് വെണ്ടയ്ക്ക ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ചോറ് ആയതിന് ശേഷം ചോറ് ഞാനിതാ റൈസ് കുക്കറിലേക്കൊക്കെ ഇറക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിന് നിന്നത്. അപ്പോൾ കറി അടുപ്പത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ അടുപ്പത്തേക്ക് നമുക്ക് ഉപ്പേരിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകൊക്കെ ഇട്ട് പൊട്ടുണ്ട് കേട്ടോ. ഉഷാറായിട്ട് പൊട്ടുണ്ട്. അപ്പോൾ കറീൻ്റെ തീ ഞാനൊന്ന് സ്ലോ ആക്കി വെച്ചിട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ച് പോകുമോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഇത് ഉഷാറായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയും പച്ചമുളകും തക്കാളി നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് മാത്രമേ വീണ്ടും വീണ്ടും പറയാനായിട്ടുള്ളൂ. അപ്പം ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഉള്ളി വഴറ്റണം. ആ ഉള്ളി ചുവന്ന മുളകിലിട്ട് ഇങ്ങോട്ട് വഴറ്റിയാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ ഉപ്പേരിക്ക്. അപ്പോൾ പിന്നെ അതിലേക്ക് വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ ചേച്ചിക്ക് ഇങ്ങനെ ഉണ്ടാക്കണതിനോടാണ് കേട്ടോ ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാൽ എന്താണെന്ന് വെച്ചാൽ ഉപ്പേരി ഉണ്ടാക്കുമ്പോഴും അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം ഒരു കുഞ്ഞി എരു കൂട്ടിയിട്ട് തിന്നണ ആ ഒരു ഇതുണ്ടാവും. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി വെക്കുക. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ പക്ഷേ വീട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കലില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നേരെയാണ് ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കുന്ന രീതികളൊക്കെ കണ്ടത് തന്നെ. അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാ ഉപ്പേരികളും. അത്യാവശ്യം ഇത് ഇട്ടുണ്ടാക്കുന്ന ഉപ്പേരികൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ കേട്ടോ. അപ്പം നമ്മളെ കറി ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ട് ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ കലക്കി കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ തേങ്ങ അരച്ച് വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉഷാറാക്കി കലക്കി കൊടുത്തിട്ട് നല്ലൊരു അടിപൊളി ചെമ്മീൻ കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഉപ്പേരിയിലേക്ക് വല്ലാണ്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. വെണ്ടയ്ക്കയിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ നൈസായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. മൂടി വെച്ചാൽ അതിലത്തെ ആവിക്ക് അതിലേക്ക് വീണിട്ട് ഒന്നും കൂടി റെഡി ആയിക്കോളൂ കേട്ടോ അത് ഉപ്പേരി. അപ്പോൾ മാങ്ങ മുറിച്ച് വെച്ചതൊന്ന് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ചക്കക്കുരും ചെമ്മിയും ഒക്കെ വെന്തിന് കേട്ടോ. അപ്പോൾ അതിലേക്ക് മാങ്ങ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഓവർ വേവാവാതെ നല്ലൊരു ഇതിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് കടിച്ച് തിന്നാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെമ്മീൻ ചക്കക്കുരും വെന്തതിന് ശേഷം മാങ്ങേൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തത്. അതിന് ശേഷം അതൊന്ന് നല്ലോണം മൂടി വെച്ച് തിളപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും കുറച്ച് കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി ക്ലീനാക്കിയൊക്കെ എടുത്ത് വെച്ച്. അപ്പോൾ അത് ഉപ്പേരി ഇവിടെ സെറ്റായിട്ടോ. ഇനി ഉപ്പേരിയൊക്കെ ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റണം. കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി കറിയിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് കലക്കി മാറ്റി വെക്കണം. അപ്പോൾ നമ്മളെ കറി ഇവിടെ സെറ്റായിന് കേട്ടോ. ഇനി മാന്തൾ മീൻ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അതും ഒന്ന് പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കണം. ഇനി അതൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. ഒരു ഭാഗമൊക്കെ സെറ്റായി വെന്ത് വന്നണം കേട്ടോ. തീ നല്ല സ്ലോ ആക്കി വെച്ച് കൊടുക്കണോണ്ട് അത് അവിടെ കിടന്ന് ഇങ്ങനെ മൊരിഞ്ഞ് വെന്തോളൂ കേട്ടോ. അപ്പോൾ അത് ചീനച്ചട്ടി വെച്ച് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെറിയുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളെ കറിയിലേക്കൊന്ന് വറവിട്ട് കൊടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പം ഇതിൽ കിടന്നിട്ടൊന്ന് മൊരിഞ്ഞ് അതൊരു നല്ല ടേസ്റ്റാണ് ചെറിയ ഉള്ളിയിൽ കറി ഒന്ന് വറവിട്ടെടുത്താൽ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പണിയിലാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു ബ്രൗൺ കളറാവണം, അതുവരെ ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കരിയാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കരിഞ്ഞാൽ ആ ടേസ്റ്റ് മാറിപ്പോകും. അപ്പം കരിയാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടണമെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉഷാറാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൈ വെക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മീനും ഇങ്ങനെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു കൈ കൊണ്ടാണ് കേട്ടോ. ക്യാമറ വേറെ കയ്യിൽ തന്നെ ഉള്ളതുകൊണ്ട് ചീനച്ചട്ടി പിടിക്കാനൊന്നും പറ്റണില്ല കേട്ടോ. അപ്പം ഈ ഒരു പണി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അടിച്ചു തരാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ട്. അതൊക്കെ അടുക്കളയിലെ പണി കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ മനസ്സിലായി. അതിൽ ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വീണ്ടും വീണ്ടും എല്ലാവരോടും പറയാണ്. പറഞ്ഞിട്ടും മതിയാവാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇടയിൽ ഇങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ അതെന്തായാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാന്ത ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. ഒരു ഭാഗം നല്ല സെറ്റായി വെന്തണം കേട്ടോ. അപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിന്. അപ്പോൾ ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ ആ ഭാഗവും കൂടി നല്ലോണം വെന്ത് കഴിഞ്ഞാൽ മാന്ത അടിപൊളിയായിട്ടോ. പൊരിച്ചതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അവിടെ ഉള്ളത്
ഒന്ന് 2 കൈ ശ്രമിച്ചാലേ കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ മറച്ചിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ലാസ്റ്റിലായിട്ട് അത് മറച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മാന്ത പൊരിച്ചതും ചെമ്മിക്കറിയും വെണ്ടയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ ചോറിനുള്ളത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മിക്കറിയിലേക്ക് ഇനി ഒന്ന് വറവിട്ട് കൊടുക്കണ്ടേ. ഇതൊക്കെ മൂത്തത് അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത അടിപൊളി കറി കേട്ടോ. അപ്പം നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. സ്മെല്ലിനനുസരിച്ചുള്ള ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ സംഭവം. അപ്പോൾ ഓവർ വെള്ളം വെക്കാതെ ചെറുതായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതാ നേരെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ നല്ല മഴക്കാറുണ്ട്. ഉച്ച സമയമാണല്ലോ, 1:30 ആയിന് കേട്ടോ. നല്ല മഴക്കാറുണ്ട് ഇന്ന്. അപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും മഴ പെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പിന്നെ അതുമല്ല ആരും ഇല്ലാത്തൊരു വഴികളല്ലേ, അപ്പോൾ മഴ പെയ്താൽ അധികം ഒരു പേടിയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ പോവും. പക്ഷേ വീടുകളുണ്ട് എല്ലായിടത്തും, ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് വീണ്ടും വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.